നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ വാക്കുകൾക്ക് നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ ശക്തിയുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത വഴികളിൽ. ഇത് വെറുമൊരു സാധാരണ പ്രാർത്ഥനയല്ല, ഇതൊരു താക്കോലാണ്, നിങ്ങളുടെ ഊർജ്ജത്തെ ഐശ്വര്യവുമായി ചേർത്തു നിർത്തുന്ന ഒരു ശക്തമായ പ്രഖ്യാപനമാണ്. ഇത് സമ്പത്തിന്റെ അനന്തമായ ഒഴുക്കിലേക്കുള്ള വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നുതരും. ഈ വാക്കുകൾ വിശ്വാസത്തോടെയും പൂർണ്ണമനസ്സോടെയും ഉച്ചരിച്ചവർക്ക് ജീവിതത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായ വഴികളിലൂടെ പണം വരുന്നത്, എവിടെ നിന്നെന്നില്ലാതെ അവസരങ്ങൾ ഉയർന്നുവരുന്നത്, ഒരിക്കൽ അസാധ്യമെന്ന് കരുതിയ സാമ്പത്തിക വളർച്ച കൈവരുന്നത്, ഇതെല്ലാം അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ലെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു ആത്മീയ ഉപകരണം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ തുടങ്ങുന്നതിനു മുൻപ് നിങ്ങൾ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. സമ്പത്ത് എന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ അക്കങ്ങൾ മാത്രമല്ല, അതൊരു ഊർജ്ജമാണ്. ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അനന്തമായ ഒരു ശക്തി. അത് ഇതിനകം നിങ്ങൾക്കായി ലഭ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഊർജ്ജവുമായി സ്വയം ചേർന്ന് നിൽക്കുക. പണം നിങ്ങളുടെ കൈകളിലൂടെ വഴുതിപ്പോകുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എത്ര കിട്ടിയാലും മതിയാകുന്നില്ലെന്നോ, എന്തു ചെയ്തിട്ടും സമ്പത്ത് ആകർഷിക്കാൻ കഴിയുന്നില്ലെന്നോ തോന്നിയിട്ടുണ്ടോ? അതിന് കാരണം പണം നിങ്ങളിൽ നിന്ന് അകലെയായതുകൊണ്ടല്ല. സത്യം ഇതാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ചില തടസ്സങ്ങൾ ആ ഊർജ്ജം നിങ്ങളിലേക്ക് സ്വതന്ത്രമായി ഒഴുകിയെത്തുന്നതിനെ തടയുന്നുണ്ടാവാം. ഈ ശക്തമായ പ്രഖ്യാപനം ആ തടസ്സങ്ങളെ തകർത്തെറിയാൻ രൂപകൽപ്പന ചെയ്തതാണ്. നിങ്ങൾക്കും നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ദൈവികമായ ഐശ്വര്യത്തിനും ഇടയിൽ നിൽക്കുന്ന എല്ലാ പ്രതിരോധങ്ങളെയും അത് അലിയിച്ചുകളയും. അതുകൊണ്ട് ദീർഘമായി ഒന്ന് ശ്വാസമെടുക്കുക. വേണമെങ്കിൽ കണ്ണുകളടയ്ക്കാം. ഓരോ വാക്കും നിങ്ങളുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ അനുവദിക്കുക. ഈ നിമിഷം മുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് അനായാസമായും സമൃദ്ധമായും തടസ്സങ്ങളില്ലാതെയും ഒഴുകിത്തുടങ്ങുന്നു. താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതുക: ഈ പ്രപഞ്ചം എനിക്കായി നൽകുന്ന എല്ലാ സമ്പത്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഉറപ്പിക്കുകയും ഐശ്വര്യം സ്വീകരിക്കാൻ നിങ്ങൾ പൂർണ്ണമായും തയ്യാറാണെന്ന് പ്രപഞ്ചത്തിന് വ്യക്തമായ ഒരു സൂചന നൽകുകയും ചെയ്യുന്നു. ഇനി നമുക്ക് തുടങ്ങാം. അനന്തമായ പ്രപഞ്ചമേ, ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഉറവിടമേ, ഇന്ന് ഞാൻ എന്റെ ഹൃദയം പൂർണ്ണമായ ഉറപ്പോടെ തുറക്കുന്നു. ഈ പ്രപഞ്ചത്തിലൂടെ ഒഴുകുന്ന അനന്തമായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ യോഗ്യനാണെന്നെനിക്കറിയാം. ഈ നിമിഷം മുതൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഐശ്വര്യം എന്റെ സ്വാഭാവികമായ അവസ്ഥയാണ്. സമ്പത്ത് അനന്തമായ അവസരങ്ങളുടെ ഒരു പ്രവാഹമായി എന്നിലേക്ക് നീങ്ങുന്നു. ഞാൻ ഐശ്വര്യത്തിന്റെ ഊർജ്ജവുമായി സ്വയം ചേർന്ന് നിൽക്കുന്നു. സാമ്പത്തിക അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്ന വഴികളിലൂടെയും അപ്രതീക്ഷിതമായ വഴികളിലൂടെയും എന്നിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ജീവിതം സമ്പത്തിനൊരു തികഞ്ഞ പാത്രമായി മാറുന്നു. ഞാൻ അത് നന്ദിയോടും വിശ്വാസത്തോടും കൂടി സ്വീകരിക്കുന്നു. വിശ്വാസത്തോടും ഉറച്ച ബോധ്യത്തോടും കൂടി ഞാൻ സ്ഥിരീകരിക്കുന്നു, ഐശ്വര്യം എന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ രീതികളിൽ പ്രകടമാകുന്നു. അത് എന്റെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെ മാത്രമല്ല, എന്റെ സമാധാനത്തെയും സംതൃപ്തിയെയും ജീവിത ലക്ഷ്യത്തെയും ഉയർത്തുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എനിക്ക് ആവശ്യമായ എല്ലാ പണവും ശരിയായ സമയത്ത് അനായാസമായി സമൃദ്ധമായി പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ എന്നിലേക്ക് വരുന്നു. അത് ആശങ്കകളില്ലാതെ പ്രതിരോധങ്ങളില്ലാതെ എപ്പോഴും ദൈവികമായ സമയക്രമത്തിൽ ഒഴുകിയെത്തുന്നു. ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ഐശ്വര്യം എന്നെ തേടുന്നു, എന്നെ കണ്ടെത്തുന്നു, എന്നെ വലയം ചെയ്യുന്നു. എനിക്ക് അവകാശപ്പെട്ട ഐശ്വര്യം സ്വീകരിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞിരുന്ന എല്ലാ പരിമിതമായ വിശ്വാസങ്ങളെയും ഇന്ന് ഞാൻ ഉപേക്ഷിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ ചിന്തകളിൽ നിന്ന് ഞാൻ മോചിതനാകുന്നു. ഇല്ലായ്മയുടെ ഭയം ഞാൻ വെടിയുന്നു. പണം സമ്പാദിക്കാൻ പ്രയാസമാണെന്ന് എന്നെ പഠിപ്പിച്ച എല്ലാ ധാരണകളെയും ഞാൻ അലിയിച്ചു കളയുന്നു. ഇന്ന് ഞാൻ കുറ്റബോധം ഉപേക്ഷിക്കുന്നു, എന്റെ ഉത്കണ്ഠകളെ സമർപ്പിക്കുന്നു. എല്ലാം നിയന്ത്രിക്കാനുള്ള എന്റെ പിടിവാശിയിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാകുന്നു. ഈ പ്രപഞ്ചം അതിന്റെ അനന്തമായ ഔദാര്യം കൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐശ്വര്യത്തിന്റെ അനന്തമായ ഉറവിടമേ, സമൃദ്ധിയുടെ പ്രപഞ്ച ഊർജ്ജമേ, എന്റെ ജീവിതത്തെ എല്ലാത്തരം സമ്പത്തുകൊണ്ടും നിറയ്ക്കണമേ. കാണുന്നതും കാണാത്തതും ഭൗതികവും ആത്മീയവുമായ സമ്പത്ത്. സാമ്പത്തിക വിജയം എന്റെ ജീവിതത്തിലേക്ക് അനായാസം ഒഴുകിവരട്ടെ. എന്റെ ജീവിതത്തിന്റെ ഓരോ കോണിലും അത് പ്രകാശം നിറയ്ക്കട്ടെ. അതിരുകളില്ലാത്ത അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ വിശാലമായി തുറന്നു തരണമേ. ആത്മവിശ്വാസത്തോടും കൃപയോടും കൂടി ആ വാതിലുകളിലൂടെ നടന്നുപോകാൻ എന്നെ അനുവദിക്കണമേ. ഞാനും ഞാൻ ആഗ്രഹിക്കുന്ന പൂർണ്ണതയ്ക്കുമിടയിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ പരിമിതികളെയും എല്ലാ തെറ്റായ വിശ്വാസങ്ങളെയും നീക്കം ചെയ്യണമേ. എനിക്കായി ഇതിനകം കാത്തിരിക്കുന്ന എണ്ണമറ്റ അവസരങ്ങളെ തിരിച്ചറിയാനും സ്വീകരിക്കാനും എന്നെ സഹായിക്കണമേ. ഒരുപക്ഷെ ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്ത, എന്നാൽ നിശബ്ദമായി കണ്ടെത്തപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ആ അവസരങ്ങളെ എനിക്ക് കാണിച്ചു തരണമേ. ഈ അവസരങ്ങൾ എന്റെ ജീവിത ലക്ഷ്യവുമായി തികച്ചും യോജിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുറന്ന ഹൃദയത്തോടെ അവയിലേക്ക് കാലെടുത്തുവയ്ക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ മനസ്സിനെ വ്യക്തത കൊണ്ട് പ്രകാശിപ്പിക്കണമേ.
അതുവഴി വളർച്ചയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്ന വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് കഴിയട്ടെ. എന്റെ ചുവടുകളെ ഉറപ്പോടെ നയിക്കണമേ. എന്റെ ലക്ഷ്യത്തിലേക്ക് ധൈര്യത്തോടെ നടക്കാൻ ആവശ്യമായ ആത്മവിശ്വാസം എന്നിൽ നിറയ്ക്കണമേ. പ്രപഞ്ചത്തിന്റെ ദൈവികമായ ഒഴുക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എടുക്കുന്ന ഓരോ ചുവടും എന്നെ വിജയത്തിലേക്കും ഐശ്വര്യത്തിലേക്കും പൂർണ്ണതയിലേക്കും അടുപ്പിക്കുന്നുവെന്ന് എനിക്കറിയാം. ഈ നിമിഷം അനന്തമായ സമ്പത്തുമായി എന്നെ ബന്ധിപ്പിക്കുന്ന ദൈവിക ഊർജ്ജം ഞാൻ എന്നിൽ സജീവമാക്കുന്നു. എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒരു ശക്തമായ ഊർജ്ജപ്രവാഹം പോലെ അനന്തമായ ഒരു ഒഴുക്ക് എന്നെ വലയം ചെയ്യുന്നു. അത് എന്നിലൂടെ സ്പന്ദിക്കുന്നു, എന്റെ പ്രകമ്പനം ഉയർത്തുന്നു, എന്റെ അസ്തിത്വത്തിന്റെ ഓരോ അണുവിനെയും ഐശ്വര്യത്തിന്റെ തരംഗവുമായി ചേർത്തു നിർത്തുന്നു. ഈ ഊർജ്ജത്തിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി തുറന്നുകൊടുക്കുന്നു. സമ്പത്ത് എന്നത് പരിമിതമായ ഒരു വിഭവമല്ലെന്ന് എനിക്കറിയാം. അത് അനന്തവും എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ശക്തിയാണ്. അത് തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ലഭ്യമാണ്. ഞാൻ ആ ഒഴുക്കിന്റെ ഒരു ചാലകമാണ്. ഞാനത് നന്ദിയോടും ആദരവോടും കൂടി സ്വീകരിക്കുന്നു. പണം പ്രപഞ്ചത്തിന്റെ ഊർജ്ജത്തിന്റെ ഒരു രൂപം മാത്രമാണ്. ഞാൻ ശ്വസിക്കുന്ന വായു പോലെ സ്വാഭാവികമായി അതെന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അത് ഭയപ്പെടാനോ പൂഴ്ത്തിവെക്കാനോ ഉള്ള ഒന്നല്ല, മറിച്ച് ഉപയോഗിക്കാനും വിലമതിക്കാനും പങ്കുവയ്ക്കാനുമുള്ളതാണ്. ഈ ഐശ്വര്യം സ്വീകരിക്കുമ്പോൾ എന്റെ ജീവിതം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതവും മെച്ചപ്പെടുത്താൻ ഞാനത് ഉപയോഗിക്കും. പണത്തെക്കുറിച്ചോ ദാരിദ്ര്യത്തെക്കുറിച്ചോ ഇല്ലായ്മയെക്കുറിച്ചോ ഉള്ള എല്ലാ പരിമിതമായ വിശ്വാസങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. അവയെല്ലാം ഭയത്തിൽ നിന്നോ സംശയത്തിൽ നിന്നോ സൃഷ്ടിക്കപ്പെട്ട മിഥ്യാധാരണകൾ മാത്രമാണ്. അവയ്ക്കിനി എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. അവയെന്താണെന്ന് ഞാൻ തിരിച്ചറിയുകയും അവയെ പൂർണ്ണമായും വിട്ടയയ്ക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിൽ സമ്പത്തിന് ഒരു കുറവുമില്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അവിടെ ഐശ്വര്യം മാത്രമേയുള്ളൂ, അനന്തമായി തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും ലഭ്യമായത്. ഈ ഐശ്വര്യം സ്വീകരിക്കാൻ ഞാൻ യോഗ്യനാണെന്ന സത്യം ഞാൻ സ്വീകരിക്കുന്നു. ഒരു മടിയുമില്ലാതെ, പരിധികളില്ലാതെ, ഭയമില്ലാതെ അത് പൂർണ്ണമായി സ്വീകരിക്കാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കുന്നു. പ്രപഞ്ചം എപ്പോഴും എനിക്ക് വേണ്ടത് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ സമൃദ്ധമായ ഒഴുക്ക് സ്ഥിരവും അവസാനമില്ലാത്തതും അചഞ്ചലവുമാണ്. ഞാൻ ഈ ദൈവികമായ ഒഴുക്കിന്റെ അവിഭാജ്യ ഘടകമാണ്. ഓരോ നിമിഷവും എന്റെ ജീവിതത്തിൽ സമ്പത്ത് പ്രകടമാകാനുള്ള അവസരമാണ്. ഈ സമ്പത്ത് സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഐശ്വര്യമെന്നാൽ ആരോഗ്യമാണ്, ഊർജ്ജസ്വലതയാണ്, നല്ല ജീവിതത്തിന്റെ ശക്തിയാണ്. അത് നൽകുന്നതും സ്വീകരിക്കുന്നതുമായ സ്നേഹമാണ്. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള സമാധാനവും ശാന്തതയും സന്തുലിതാവസ്ഥയുമാണ്. ഐശ്വര്യം എന്റെ എല്ലാ ശ്രമങ്ങളിലുമുള്ള വിജയമാണ്. ബിസിനസ്സിൽ, വ്യക്തിജീവിതത്തിൽ, ആത്മീയ കാര്യങ്ങളിൽ, തൊഴിൽ രംഗത്ത്. ഐശ്വര്യത്തിന്റെ ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് സന്തോഷവും വിജയവും എല്ലാ മേഖലകളിലും കവിഞ്ഞൊഴുകുന്ന ഒരു പൂർണ്ണമായ ജീവിതം സൃഷ്ടിക്കുന്നു. സമ്പത്ത് എന്റെ സ്വാഭാവികമായ അവസ്ഥയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അത് എന്റെ അസ്തിത്വത്തിൽ നെയ്തു ചേർക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഐശ്വര്യത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. സമൃദ്ധിയുടെ ഊർജ്ജം ഒരു സംരക്ഷണ കവചം പോലെ എന്നെ വലയം ചെയ്യുന്നു. എനിക്ക് ആവശ്യമുള്ളതും ഞാൻ ആഗ്രഹിക്കുന്നതുമായ എല്ലാം ആകർഷിക്കാൻ അത് എന്നെ ശക്തനാക്കുന്നു. ഐശ്വര്യം ഞാൻ ജീവിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്ന ജീവശക്തിയാണ്. അത് എന്റെ അനുഭവത്തിലേക്ക് എളുപ്പത്തിലും അനായാസമായും സമൃദ്ധമായും ഒഴുകിയെത്തുന്നു. പ്രപഞ്ചത്തിന്റെ ദൈവികമായ സമയക്രമത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഐശ്വര്യത്തിന്റെ പ്രകമ്പനവുമായി ചേർന്നു നിൽക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതെല്ലാം തികഞ്ഞ യോജിപ്പിലും ശരിയായ സമയത്തും പ്രകടമാകുമെന്ന് എനിക്കറിയാം. പണം ഒരു ഉപകരണമാണ്, ശക്തവും നിഷ്പക്ഷവും അനന്തമായി വഴക്കമുള്ളതും. അത് എന്റെ സന്തോഷത്തിന്റെയോ മൂല്യത്തിന്റെയോ ഉറവിടമല്ല, മറിച്ച് എന്റെ ജീവിതത്തെയും വളർച്ചയെയും അനുഭവങ്ങളെയും മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗമാണ്. പണം എന്നെ പൂർണ്ണമായി ജീവിക്കാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും എന്റെ പ്രിയപ്പെട്ടവരെ പിന്തുണയ്ക്കാനും ലോകത്തിലൊരു നല്ല സ്വാധീനം ചെലുത്താനും അനുവദിക്കുന്നു. അത് സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ഊർജ്ജത്തിന്റെ ഒരു രൂപമാണ്. അത് എന്റെ ലക്ഷ്യം കൃപയോടും എളുപ്പത്തോടും കൂടി നിറവേറ്റാൻ എന്നെ സഹായിക്കുന്നു. സമ്പത്തിൽ വളരുന്നതിനനുസരിച്ച് ഞാൻ ജ്ഞാനത്തിലും ഗ്രാഹ്യത്തിലും നന്ദിയിലും അനുകമ്പയിലും വളരുന്നു. എന്റെ വിജയം സ്വാർത്ഥമായ നേട്ടങ്ങൾക്കല്ല, മറിച്ച് എല്ലാവരുടെയും പരമമായ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ സമ്പത്ത് എന്റെ ജീവിതത്തിൽ മാത്രമല്ല, എന്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും ഒരു നല്ല മാറ്റത്തിനുള്ള ഉപകരണമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ സ്വീകരിക്കുന്ന ഓരോ രൂപയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അത് സംഭാവന നൽകാനും മറ്റുള്ളവരെ ഉയർത്താനും ലോകമെമ്പാടും ഒരു നല്ല ഊർജ്ജത്തിന്റെ അലയൊലികൾ സൃഷ്ടിക്കാനുമുള്ള ഒരവസരമാണെന്ന് എനിക്കറിയാം. ഐശ്വര്യത്തിന്റെ ഒഴുക്ക് ഭൗതിക സമ്പത്തിൽ ഒതുങ്ങുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന ഒരു സമഗ്രമായ സമൃദ്ധിയാണ്. ഓരോ ദിവസവും വികസിക്കാനും വളരാനും പുതിയ അനുഗ്രഹങ്ങളെ സ്വാഗതം ചെയ്യാനുമുള്ള പുതിയ അവസരമാണ്. ഞാൻ പ്രപഞ്ചത്തിന്റെ സമൃദ്ധമായ ഊർജ്ജവുമായി ചേർന്നു നിൽക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചം നൽകുന്ന എല്ലാ ഭൗതികവും വൈകാരികവും ആത്മീയവുമായ സമ്പത്തിന് ഞാനൊരു ചാലകമായി മാറുന്നു. ഞാനെടുക്കുന്ന ഓരോ ശ്വാസത്തിലും ഈ സമൃദ്ധമായ ഊർജ്ജവുമായുള്ള എന്റെ ബന്ധം ഞാൻ ആഴത്തിലാക്കുന്നു.
ഞാൻ ജീവിത പ്രക്രിയയിൽ വിശ്വസിക്കുന്നു. മുൻപ് എന്നെ പിന്നോട്ട് വലിച്ചിരുന്ന എല്ലാ പ്രതിരോധങ്ങളെയും, എല്ലാ സംശയങ്ങളെയും, എല്ലാ ഭയങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. സമ്പത്ത് പ്രയാസമില്ലാതെ, പരിശ്രമമില്ലാതെ, പരിധികളില്ലാതെ എന്നിലേക്ക് ഒഴുകിയെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന എല്ലാ ഐശ്വര്യത്തിനും ഞാൻ യോഗ്യനാണ്. ഞാൻ അത് തുറന്ന കൈകളോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു, ഞാൻ ഐശ്വര്യവുമായി ചേർന്നു നിൽക്കുന്നു. ഞാൻ സമൃദ്ധിയെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. പണവും സമ്പത്തും വിജയവും എന്നിലേക്ക് എളുപ്പത്തിലും കൃപയോടും സ്നേഹത്തോടും കൂടി ഒഴുകിയെത്തുന്നു. എന്റെ ജീവിതം അവസരങ്ങൾ നിറഞ്ഞതാണ്. പ്രപഞ്ചം നൽകുന്ന എല്ലാ സമ്പത്തും സ്വീകരിക്കാൻ ഞാൻ യോഗ്യനാണ്. ഈ സമൃദ്ധമായ ഒഴുക്കിനെ ഞാൻ സന്തോഷത്തോടും നന്ദിയോടും ആത്മവിശ്വാസത്തോടും കൂടി സ്വീകരിക്കുന്നു. യഥാർത്ഥ ഐശ്വര്യം വരുന്നത് പ്രപഞ്ചവുമായും സ്നേഹവുമായും എന്നെ മാത്രമല്ല, എന്റെ ചുറ്റുമുള്ള എല്ലാവരെയും ഉയർത്തുക എന്ന ലക്ഷ്യവുമായും ചേർന്നു നിൽക്കുന്നതിൽ നിന്നാണെന്ന അറിവിൽ ഞാൻ ഉറച്ചുനിൽക്കുന്നു. അനന്തമായ സമ്പത്ത് സ്വീകരിക്കാനായി ഞാൻ എന്റെ ഹൃദയം തുറക്കുന്നു. അത് എല്ലാവരുടെയും പരമമായ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ഐശ്വര്യം എന്റെ ജീവിതത്തിൽ പ്രകടമാകുന്നതിന്റെ വ്യക്തമായ സൂചനകൾ എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രപഞ്ചത്തിലെ മാർഗദർശികളായ ശക്തികളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, എന്റെ വഴികൾ തുറന്നുതരിക, അപ്രതീക്ഷിതമായ അവസരങ്ങൾ കൊണ്ടുവരിക, വരുന്നതെല്ലാം നന്ദിയോടും ഉത്തരവാദിത്തത്തോടും കൂടി കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനം എന്നിൽ നിറയ്ക്കുക. ഈ നിമിഷം മുതൽ എന്റെ കൈകളിലൂടെ കടന്നുപോകുന്ന ഓരോ നാണയവും, ഓരോ നോട്ടും, വരുമാനത്തിന്റെ ഓരോ ഉറവിടവും അനായാസമായി വർദ്ധിക്കുന്നു. ഓരോ തവണ പണം ലഭിക്കുമ്പോഴും ഞാൻ അതിനെ അനുഗ്രഹിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഇത് എന്റെ ജീവിതത്തിലെ ഐശ്വര്യത്തിന്റെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം മാത്രമാണെന്ന് എനിക്കറിയാം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഞാൻ നൽകുന്നതെല്ലാം എനിക്ക് ബഹുഗുണമായി തിരികെ വരുന്നു. ഔദാര്യം എന്റെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള വാതിലുകൾ തുറക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്വതന്ത്രമായി, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, എനിക്കൊരിക്കലും ഒന്നിനും കുറവുണ്ടാകില്ലെന്ന പൂർണ്ണമായ ഉറപ്പോടെ പങ്കുവെക്കുന്നത്. എന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഐശ്വര്യത്തിന് പരിധികളില്ല. എനിക്ക് സൃഷ്ടിക്കാനും ആകർഷിക്കാനും കഴിയുന്ന സമ്പത്ത് അതിരുകളില്ലാത്തതാണ്. കാരണം എന്റെ മനസ്സും ആത്മാവും ഐശ്വര്യത്തിന്റെ അനന്തമായ, എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഉറവിടവുമായി പൂർണ്ണമായി ചേർന്നു നിൽക്കുന്നു. ഈ അതിരുകളില്ലാത്ത ഊർജ്ജം എനിക്ക് ഇതിനകം തന്നെ ലഭ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാനത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതെന്തും, അത് സാമ്പത്തിക വിജയമോ വ്യക്തിപരമായ വളർച്ചയോ ആഴത്തിലുള്ള സംതൃപ്തിയോ ആകട്ടെ, അതെല്ലാം ഇതിനകം പ്രപഞ്ചത്തിൽ നിലവിലുണ്ട്. എന്റെ ഏറ്റവും വലിയ നന്മയ്ക്കായി തികച്ചും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് വരുമോ എന്നല്ല ചോദ്യം, എപ്പോൾ വരുമെന്നാണ്. ഇപ്പോൾ എനിക്ക് അവകാശപ്പെട്ടതെല്ലാം സ്വീകരിക്കാൻ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി തുറന്നുകൊടുക്കുന്നു. ഈ ഐശ്വര്യത്തെ ഞാൻ തുറന്ന കൈകളോടെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇത് എന്റെ ദൈവികമായ ജന്മാവകാശമാണെന്ന് എനിക്കുറപ്പുണ്ട്. എന്റെ ജീവിതം സുവർണാവസരങ്ങളാൽ കവിഞ്ഞൊഴുകുന്നു. ഓരോ അവസരവും എന്നെ കൂടുതൽ വലിയ വിജയത്തിലേക്ക് നയിക്കുന്ന ഓരോ വാതിലുകളാണ്. സാമ്പത്തിക അനുഗ്രഹങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും നിരന്തരമായ ഒഴുക്കിനാൽ എന്റെ പാത പ്രകാശപൂരിതമാണ്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ഞാനെടുക്കുന്ന ഓരോ തീരുമാനവും എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്കുള്ള ഓരോ ചുവടുകളായി മാറുന്നു. ഞാൻ പിന്തുടരുന്നതെന്തും വിജയമായി മാറുന്നു, അനായാസമായി, സ്വാഭാവികമായി, കൃപയോടെ. ഈ നിമിഷം മുതൽ പണത്തെക്കുറിച്ചുള്ള എല്ലാ ആശങ്കകളും ഭയങ്ങളും ഉപേക്ഷിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ എന്നെ തളച്ചിട്ടിരുന്ന ഒരു സംശയങ്ങളും പരിമിതമായ വിശ്വാസങ്ങളും ഞാൻ ഇനി മുറുകെ പിടിക്കുന്നില്ല. ഞാൻ ദൈവികമായ പ്രക്രിയയിൽ വിശ്വസിക്കുന്നു. പ്രപഞ്ചത്തിന്റെ തികഞ്ഞ സമയക്രമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം സംഭവിക്കേണ്ടതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രപഞ്ചം എപ്പോഴും എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു, എന്നെ എന്റെ ഏറ്റവും ഉയർന്ന സാധ്യതകളിലേക്ക് നയിക്കുന്നു. പണം പരിധിയില്ലാത്ത സമൃദ്ധിയിൽ എന്നിലേക്ക് ഒഴുകുന്നു. അത് പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതവുമായ ഉറവിടങ്ങളിൽ നിന്ന് വരുന്നു. സ്വതന്ത്രമായും സ്ഥിരമായും എന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു. വാതിലുകൾ എളുപ്പത്തിൽ തുറക്കുന്നു. എന്റെ ലക്ഷ്യങ്ങളുമായി തികച്ചും യോജിക്കുന്ന അവസരങ്ങൾ നൽകുന്നു. എന്റെ ജീവിതത്തിന്റെ ഓരോ കോണും സാധ്യതകളും വളർച്ചയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എളുപ്പത്തിൽ എന്നിലേക്ക് വരുന്നു. പലപ്പോഴും ഞാൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അത് പ്രത്യക്ഷപ്പെടുന്നു. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടും അചഞ്ചലമായ വിശ്വാസത്തോടും കൂടി ഞാൻ പ്രഖ്യാപിക്കുന്നു, എന്റെ ജീവിതം സാമ്പത്തിക അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളെ ഞാൻ അഗാധമായ നന്ദിയോടും തുറന്ന ഹൃദയത്തോടും കൂടി സ്വീകരിക്കുന്നു. ഞാൻ അവയെ ഉദാരമായി പങ്കുവയ്ക്കുന്നു. കാരണം ഞാൻ നൽകുമ്പോൾ കൂടുതൽ വലിയ സമ്പത്ത് എന്റെ ജീവിതത്തിലേക്ക് ഒഴുകിവരാൻ ഞാൻ കൂടുതൽ ഇടം സൃഷ്ടിക്കുകയാണെന്ന് എനിക്കറിയാം. സമ്പത്തിന്റെ ഒഴുക്ക് സമൃദ്ധവും യോജിപ്പുള്ളതുമാണ്. ഞാൻ അത് സ്വതന്ത്രമായി പ്രചരിക്കാൻ അനുവദിക്കുന്നു. അത് എന്നെ മാത്രമല്ല, എന്റെ ചുറ്റുമുള്ള എല്ലാവരെയും സമ്പന്നരാക്കുന്നു. ഒന്നിനും ആർക്കും എന്നിലേക്കെത്തുന്ന ഐശ്വര്യത്തിന്റെ ഒഴുക്കിനെ തടയാൻ കഴിയില്ല. കാരണം ഞാൻ ഇതിനകം ഐശ്വര്യത്തിന്റെ ഊർജ്ജവുമായി ഒന്നായി കഴിഞ്ഞു. ഈ അനന്തമായ ഉറവിടവുമായി ഞാൻ ചേർന്നു നിൽക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ സമ്പത്തിനും അവസരങ്ങൾക്കും വിജയത്തിനും ഒരു ശക്തമായ കാന്തമായി മാറുന്നു. പ്രപഞ്ചം ഈ യാത്രയിൽ എന്റെ പങ്കാളിയാണ്.
ഓരോ നിമിഷവും ഓരോ അനുഭവവും കൂടുതൽ ഐശ്വര്യം പ്രകടമാകാനുള്ള ഒരവസരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുന്നോട്ടു പോകുമ്പോൾ ഐശ്വര്യം ഞാൻ തേടുന്ന ഒന്നല്ല, മറിച്ച് എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രകടിപ്പിക്കപ്പെടാൻ കാത്തിരിക്കുന്ന ഇതിനകം എന്റെ ഉള്ളിലുള്ള ഒന്നാണെന്നെനിക്കറിയാം. നന്ദി, നന്ദി, നന്ദി. പ്രപഞ്ചത്തിന് നന്ദി. സൃഷ്ടിയുടെ അനന്തമായ ഊർജ്ജത്തിന് നന്ദി. കാരണം ഇത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ പ്രഖ്യാപനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാക്കാൻ അത്യാവശ്യമായ 3 കാര്യങ്ങൾ ഇതാ. 1. ദിവസവും ആവർത്തിക്കുക. ഈ പ്രഖ്യാപനം 7 ദിവസം തുടർച്ചയായി ദിവസവും രാവിലെ ഉണർന്ന ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുൻപും ആവർത്തിക്കുക. ഈ പരിവർത്തനം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു എന്ന ഉറച്ച ബോധ്യത്തോടെ സംസാരിക്കുക. 2. സങ്കൽപ്പിക്കുക. സമ്പത്ത് നിങ്ങളിലേക്ക് അനായാസം ഒഴുകിവരുന്നത് സങ്കൽപ്പിക്കുക. അത് കൈകളിൽ പിടിക്കുമ്പോഴുള്ള ആവേശം അനുഭവിക്കുക. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും കൂടുതൽ സന്തോഷം അനുഭവിക്കാനും നിങ്ങളത് ഉപയോഗിക്കുന്നത് കാണുക. 3. ഉറപ്പിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ അനുഗ്രഹിക്കുകയും യഥാർത്ഥ ഐശ്വര്യം സ്വീകരിക്കുകയും ചെയ്യുന്നത് അനന്തമായ സമൃദ്ധിയുടെ ഒഴുക്ക് തുറക്കുന്നതിനുള്ള താക്കോലാണ്. സത്യമിതാണ്, ഐശ്വര്യം ഭാഗ്യമുള്ള കുറച്ചുപേർക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാവർക്കും ലഭ്യമാണ്. സമ്പത്ത് ഭാഗ്യമോ കഠിനാധ്വാനമോ അല്ല, അതൊരു ഊർജ്ജമാണ്, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ലഭ്യമായത്. പണം നല്ലതോ ചീത്തയോ അല്ല, അത് നിങ്ങൾ ആരാണോ അതിനെ വർദ്ധിപ്പിക്കുന്നു. നിങ്ങളത് സ്നേഹത്തോടും നന്ദിയോടും ലക്ഷ്യബോധത്തോടും കൂടി ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ഒരു ശക്തമായ ശക്തിയായി മാറുന്നു.